നമസ്കാരം. അതിവേഗത്തിൽ പരിശോധിക്കാം വാർത്തകൾ ഇതുവരെ. നാലാം ഘട്ട സമരപ്രഖ്യാപനവുമായി ആശമാർ. മെയ് 5 മുതൽ രാപ്പകൽ യാത്ര കാസർഗോഡ് നിന്ന് ആരംഭിക്കും. ജൂൺ 17 തിരുവനന്തപുരത്ത് സമാപിക്കുമെന്നും സമരസമിതി. ഷൈൻ ടോം ചാക്കോയുടെ മൊഴി പൂർണ്ണമായി വിശ്വാസത്തിലെടുക്കാതെ അന്വേഷണ സംഘം. ഗുണ്ടകളെ കണ്ടാണ് ഹോട്ടലിൽ നിന്ന് ഓടിയതെങ്കിൽ എന്തുകൊണ്ട് പോലീസിനെ അറിയിച്ചില്ലെന്ന ചോദ്യം ഉന്നയിച്ച അന്വേഷണ സംഘം. കേസിൽ വിശദമായ അന്വേഷണം ആവശ്യമെന്നും സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ. പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് വിൻസി അലോഷ്യസ്. അന്വേഷണവുമായി സഹകരിക്കും, നിയമപരമായി മുന്നോട്ടു പോകാനില്ല. സിനിമയിൽ ഇനി ലഹരി ആവർത്തിക്കരുത്. പരാതി ചോർന്നതിൽ വ്യക്തത വേണമെന്നും വിൻസി അലോഷ്യസ്. വിൻസിയും ഷൈനും സിനിമയുടെ പ്രമോഷനുമായി സഹകരിക്കുന്നില്ലെന്ന് സൂത്രവാക്യം സിനിമയുടെ നിർമ്മാതാവ്. ഇത് സിനിമയെ പ്രതികൂലമായി ബാധിക്കുന്നു. വിൻസിയുമായി സംസാരിച്ചു. സെറ്റിലുണ്ടായിരുന്നവരോട് വിഷയം പറഞ്ഞിരുന്നുവെന്ന് അറിയിച്ചു. എന്നാൽ ആരോടാണ് പറഞ്ഞതെന്ന് പറഞ്ഞില്ലെന്നും നിർമ്മാതാവ് ശ്രീകാന്ത്. ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ 3 പ്രതികളെയും വിശദമായി ചോദ്യം ചെയ്യാൻ എക്സൈസ്. തസ്ലീമ സുൽത്താന, ഭർത്താവ് സുൽത്താൻ അക്ബർ അലി, മണ്ണഞ്ചേരി സ്വദേശി ഫിറോസ് എന്നിവരെയാണ് കസ്റ്റഡിയിൽ വാങ്ങുക. പ്രതികളെ കോടതിയിലെത്തിച്ച് പ്രതികളായ സുൽത്താൻ അക്ബർ അലി, ഫിറോസ് എന്നിവരെയാണ് ആലപ്പുഴ കോടതിയിൽ എത്തിച്ചത്. മുനമ്പം വിഷയം പരിഹരിക്കാനുള്ള ഇപ്പോഴത്തെ തടസ്സം വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ പ്രതിപക്ഷം സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുന്ന കേസാണെന്ന് രാജീവ് ചന്ദ്രശേഖർ. കേന്ദ്രമന്ത്രി കിരൺ റിജിജു മുനമ്പം വിഷയം പരിഹരിക്കാൻ നിയമത്തിലൂടെ കഴിയുമെന്ന് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇത് മുനമ്പം ജനതയ്ക്ക് വിശ്വാസമാണ്. വിഷയം നീട്ടിക്കൊണ്ടുപോകുന്നതിൽ മറുപടി പറയേണ്ടത് LDFും UDFും ആണെന്നും രാജീവ് ചന്ദ്രശേഖർ ന്യൂസ് 18 സീനിയർ എഡിറ്റർ മഞ്ജുഷ് ഗോപാലുമായുള്ള അഭിമുഖത്തിൽ പറഞ്ഞു. പ്രധാനമന്ത്രി മുനമ്പം സമരസമിതിയുമായി നടത്താനിരുന്ന കൂടിക്കാഴ്ച ഉണ്ടാകില്ല. വഖഫ് ഭേദഗതി നിയമം സുപ്രീം കോടതിയുടെ പരിഗണനയിൽ വന്നതിനാലാണ് പ്രധാനമന്ത്രിയുടെ ഇടപെടൽ വേണ്ടെന്ന് വെച്ചതെന്ന് രാജീവ് ചന്ദ്രശേഖർ ന്യൂസ് 18നോട് പറഞ്ഞു. ഈസ്റ്ററിന് ശേഷം ചർച്ച നടത്താനായിരുന്നു തീരുമാനം. മുനമ്പം കേസ് വഖഫ് ട്രൈബ്യൂണൽ വാദം കേൾക്കുന്നത് നിർത്തിവെച്ചു. കേസ് പരിഗണിക്കുന്നത് 27ലേക്ക് മാറ്റി. അന്തിമ വിധി പ്രഖ്യാപനം ഹൈക്കോടതി സ്റ്റേ ചെയ്ത സാഹചര്യത്തിലാണ് വാദം കേൾക്കൽ നിർത്തിയത്. 26-ന് ഹൈക്കോടതി ഹർജി വീണ്ടും പരിഗണിക്കുന്നുണ്ട്. ട്രൈബ്യൂണൽ ജഡ്ജി 19-ന് സ്ഥലം മാറി. ദേശീയപാതയും ഗെയിൽ വാതക പൈപ്പ് ലൈനും അടക്കം നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങൾക്ക് കാസർഗോഡ് കാലിക്കടവിൽ തുടക്കം. 2ാം പിണറായി സർക്കാർ വന്നില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥയെന്ന് മുഖ്യമന്ത്രി. ലൈഫ് മിഷനിലൂടെ സർക്കാർ 4 ലക്ഷം വീടുകൾ നൽകിയ കാര്യവും എടുത്തു പറഞ്ഞ് പ്രസംഗം. പ്രതിസന്ധി കാലത്തുപോലും കേന്ദ്രം സഹായിച്ചില്ലെന്ന് വിമർശനം. ഇടത് വിരോധം കാട്ടി മാധ്യമങ്ങൾ കേന്ദ്രത്തിനൊപ്പം നിന്നതായും കുറ്റപ്പെടുത്തി മുഖ്യമന്ത്രി. സർക്കാരിന്റെ 4ാം വാർഷികാഘോഷം ബഹിഷ്കരിച്ച പ്രതിപക്ഷം. ആഘോഷ പരിപാടികൾക്കെതിരെ പ്രതിപക്ഷ നേതാവ് രംഗത്ത്. നവകേരള യാത്രയേക്കാൾ ദയനീയമാണ്. സെക്രട്ടേറിയറ്റ് നടയിൽ കണ്ണീർ വീണ് കിടക്കുകയാണെന്നും VD സതീശൻ. സർക്കാരിന്റെ വാർഷികാഘോഷ പരിപാടികൾ വൻ ധൂർത്തെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP. ആശാ വർക്കർമാർക്ക് നൽകാൻ പണമില്ലെന്ന് പറയുന്ന സർക്കാരാണ് വാർഷികാഘോഷത്തിന്റെ പേരിൽ കോടികൾ ചെലവഴിക്കുന്നത്. സർക്കാരും മുഖ്യമന്ത്രിയും കുടുംബവും അഴിമതിയുടെ പ്രതിക്കൂട്ടിൽ നിൽക്കുമ്പോഴും ധൂർത്തിന് യാതൊരു കുറവുമില്ലെന്നും ഉണ്ണിത്താൻ ന്യൂസ് 18നോട്. സർക്കാരിന്റെ വാർഷികാഘോഷത്തെ വിമർശിച്ച K മുരളീധരൻ. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരവധി സമരങ്ങൾ നടക്കുമ്പോഴാണ് കോടികൾ ചെലവഴിച്ച് മാമാങ്കം നടത്തുന്നത്. ഈ സമരം അവഗണിക്കാൻ കാരണം സാമ്പത്തിക ബാധ്യതയാണെന്ന് സർക്കാർ പറയുന്നു. ഈ മാമാങ്കത്തിന് UDF കൂട്ടുനിൽക്കില്ലെന്ന് K മുരളീധരൻ. സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കാനാണ് വാർഷിക പരിപാടിയെന്ന് AK ശശീന്ദ്രൻ. ധൂർത്ത് എന്ന UDFന്റെ ആരോപണത്തിൽ കഴമ്പില്ലെന്നും മന്ത്രി. UDF ബഹിഷ്കരിച്ചാലും ജനങ്ങളെത്തും. തുടർഭരണം പ്രതീക്ഷിക്കുന്നതായും മന്ത്രി. സർക്കാർ നടപ്പാക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നില്ലെന്നും അത് എത്തിക്കുന്നതിനാണ് 4ാം വാർഷികാഘോഷമെന്നും നടൻ PP കുഞ്ഞികൃഷ്ണൻ. കേരളത്തിന്റെ വികസനത്തിനായി എല്ലാ പാർട്ടികളും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കേണ്ട സമയമാണിതെന്നും PP കുഞ്ഞികൃഷ്ണൻ.
കോൺഗ്രസ് നേതാക്കളുടെ ഇടിച്ചുകയറ്റത്തെ വിമർശിച്ച പാർട്ടി മുഖപത്രമായ വീക്ഷണം. കോഴിക്കോട് DCC ഓഫീസിലേത് നിലയ്ക്കും വിലയ്ക്കും ചേരാത്ത പ്രവൃത്തിയെന്നാണ് വിമർശനം. ഇടിച്ചുകയറിയും പിടിച്ചുതള്ളിയും പ്രസ്ഥാനത്തിന്റെ വില കളയരുതെന്നും വീക്ഷണത്തിന്റെ വിമർശനം. വീക്ഷണം മുഖപ്രസംഗത്തെ ന്യായീകരിച്ച് കെ മുരളീധരൻ. മുഖപ്രസംഗത്തിൽ തെറ്റ് കാണുന്നില്ല. പാർട്ടിയിൽ നടന്ന ചില വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുന്നതാണ് മുഖപത്രം. ഇത്തരം സംഭവങ്ങൾ ഒഴിവാക്കണമെന്നാണ് പാർട്ടി തീരുമാനമെന്നും കെ മുരളീധരൻ. UDF പ്രവേശനത്തിനുള്ള അൻവറിന്റെ സമ്മർദ്ദത്തിന് പിടികൊടുക്കാതെ കോൺഗ്രസ്. സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കാനാണ് അൻവറിന്റെ നീക്കമെന്ന് സൂചന. സ്ഥാനാർത്ഥിത്വത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് തുടരുകയാണ് ആര്യാടൻ ഷൌക്കത്തും DS ജോയിയും. ഇടതുമുന്നണിയിൽ ആരെ സ്ഥാനാർത്ഥിയാക്കണമെന്നതിൽ അനിശ്ചിതത്വം തുടരുന്നതിനിടെ CPM സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ് ഇന്ന് നിലമ്പൂരിലെത്തി. PV അൻവറിന്റെ UDF പ്രവേശനവുമായി ബന്ധപ്പെട്ട് താനും രമേശ് ചെന്നിത്തലയുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. UDF ആരെ സ്ഥാനാർത്ഥിയാക്കിയാലും അൻവർ പിന്തുണയ്ക്കും. മറ്റു പാർട്ടികളിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്നവരെ സ്ഥാനാർത്ഥിയാക്കേണ്ട ഗതികേട് കോൺഗ്രസിനില്ലെന്നും പ്രതിപക്ഷ നേതാവ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ PV അൻവറിന്റെ പിന്തുണ UDFന് സഹായകമാകുമെന്ന് മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് ഇസ്മയിൽ മുത്തേടം. അൻവർ ഒറ്റയ്ക്ക് മത്സരിക്കില്ലെന്ന് തന്നെയാണ് പ്രതീക്ഷ. പിണറായിസം തകർക്കുകയാണ് അൻവറിന്റെയും UDFന്റെയും ലക്ഷ്യം. അൻവർ മുന്നണിയിലേക്ക് വരുന്നത് ഗുണം ചെയ്യും. കോൺഗ്രസ് ആരെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചാലും ലീഗ് പിന്തുണയ്ക്കും. കോൺഗ്രസിൽ നിന്ന് ആരെങ്കിലും വിമതനായി CPMനൊപ്പം പോയാലും UDF ജയിക്കുമെന്നും ഇസ്മയിൽ മുത്തേടം ന്യൂസ് 8നോട് പറഞ്ഞു. നിലമ്പൂരിൽ UDFും PV അൻവറും അനിവാര്യമായ ദുരന്തം ഏറ്റുവാങ്ങുമെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ്. അൻവറിനെ പ്രതീക്ഷിച്ചാണ് UDF പ്രവർത്തിക്കുന്നതെങ്കിൽ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അത് ബോധ്യമാകും. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ഉടൻ LDF സ്ഥാനാർത്ഥിയെയും പ്രഖ്യാപിക്കും. സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിക്കണോ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കണോ എന്ന് നേതൃത്വം തീരുമാനമെടുക്കുമെന്നും നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള M സ്വരാജ്. നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്നതെല്ലാം ഊഹാപോഹമെന്ന് കെ മുരളീധരൻ. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചാൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നും കെ മുരളീധരൻ. CPM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റിൽ 5 പുതുമുഖങ്ങൾ. MLAമാരായ CK ഹരീന്ദ്രൻ, IB സതീഷ് എന്നിവർ സെക്രട്ടേറിയറ്റിലെത്തി. B സത്യൻ, C ലെനിൻ, PS ഹരികുമാർ എന്നിവരും സെക്രട്ടേറിയറ്റ് അംഗങ്ങളായി. C ജയൻ ബാബു സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒഴിവായി. 12 അംഗ സെക്രട്ടേറിയറ്റിനെയാണ് MV ഗോവിന്ദന്റെ സാന്നിധ്യത്തിൽ ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗം തെരഞ്ഞെടുത്തത്. BJP സംസ്ഥാന അധ്യക്ഷൻ പങ്കെടുക്കുന്ന വികസിത കേരളം കൺവെൻഷനുകൾക്കും ജില്ലാ നേതൃയോഗങ്ങൾക്കും തുടക്കം. മെയ് 10 വരെ നീണ്ടുനിൽക്കുന്ന പരിപാടിയിൽ കേരളത്തിലെ 30 സംഘടനാ ജില്ലകളിലും സംസ്ഥാന പ്രസിഡന്റ് പ്രവർത്തകരോട് സംസാരിക്കും. സംസ്ഥാന അധ്യക്ഷ പദവിയിലെത്തിയ ശേഷം രാജീവ് ചന്ദ്രശേഖർ ആദ്യമായി നടത്തുന്ന സംസ്ഥാനതല യാത്രയാണ് ആരംഭിക്കുന്നത്. കേരളത്തിലെ ക്രൈസ്തവർക്ക് BJPയിൽ വിശ്വാസമാണെന്ന് രാജീവ് ചന്ദ്രശേഖർ. ഇത് തകർക്കാനാണ് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ചില അക്രമങ്ങൾ കാട്ടി സംസ്ഥാനത്തെ BJPയെ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് അകറ്റാൻ നോക്കുന്നത്. വൈദികർക്കെതിരായ അക്രമങ്ങളോട് ശക്തമായ നിലപാടെടുത്ത കാര്യം സഭകൾക്ക് ബോധ്യപ്പെട്ടെന്നും രാജീവ് ചന്ദ്രശേഖർ. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ഈസ്റ്റർ ശുശ്രൂഷകൾ തടസ്സപ്പെടുത്തി ബജ്രംഗ് VHP പ്രവർത്തകർ. റെസിഡൻഷ്യൽ സൊസൈറ്റി സംഘടിപ്പിച്ച പ്രാർത്ഥനാ ചടങ്ങിലേക്ക് കുറുവടിയുമായി അതിക്രമിച്ചു കയറിയ പ്രവർത്തകർ ഹർ ഹർ മഹാദേവ് ജയ് ശ്രീറാം മുദ്രാവാക്യം മുഴക്കുകയും പ്രാർത്ഥനാ ഹാൾ വിട്ടുപോകാൻ നിർദ്ദേശിക്കുകയുമായിരുന്നു. മതപരിവർത്തനം ആരോപിച്ചായിരുന്നു ബജ്രംഗ് VHP പ്രവർത്തകരുടെ അതിക്രമം. ശാരീരികമായ ആക്രമണമോ മറ്റ് അനിഷ്ട സംഭവങ്ങളോ ഉണ്ടായിട്ടില്ലെന്നാണ് അഹമ്മദാബാദ് സിറ്റി പോലീസിന്റെ വിശദീകരണം. തിരുവനന്തപുരം അമ്പലമുക്ക വിനീത കൊലക്കേസിൽ ശിക്ഷാവിധി വ്യാഴാഴ്ച. തമിഴ്നാട് കന്യാകുമാരി ജില്ലയിലെ തോവാള സ്വദേശി രാജേന്ദ്രനാണ് കേസിലെ ഏക പ്രതി. കഴിഞ്ഞ 10-ാം തീയതി പ്രതി കുറ്റക്കാരനെന്ന് തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് ജഡ്ജി വിധിച്ചിരുന്നു. മാസപ്പടി കേസിൽ വീണ വിജയൻ അടക്കമുള്ളവരുടെ മൊഴികൾ ആവശ്യപ്പെട്ട ED അപേക്ഷ നൽകി. എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയിലാണ് അപേക്ഷ നൽകിയത്. SFIO അന്വേഷണ റിപ്പോർട്ടിനൊപ്പം സമർപ്പിച്ച തെളിവുകളും അനുബന്ധ രേഖകളും നൽകണമെന്നാണ് ആവശ്യം. മാസപ്പടി കേസിൽ SFIO തുടർ നടപടികൾ തടയണമെന്ന CMRL ഹർജി ഡൽഹി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. SFIO അന്വേഷണം ചോദ്യം ചെയ്തുള്ള പ്രധാന ഹർജിയിലും കോടതി ഇന്ന് വാദം കേൾക്കും.
ജസ്റ്റിസ് സുബ്രഹ്മണ്യം പ്രസാദ് അധ്യക്ഷനായ ബെഞ്ചാണ് വീണ്ടും ഹർജി പരിഗണിക്കുന്നത്. SFIO കുറ്റപത്രം സമർപ്പിച്ച സാഹചര്യത്തിൽ ഹർജി നിലനിൽക്കില്ലെന്ന് ജസ്റ്റിസ് ഗിരീഷ് കപ്താലി വ്യക്തമാക്കിയിരുന്നു. തെരഞ്ഞെടുപ്പ് കാലത്ത് വിലപേശലിന് വേണ്ടിയാണ് SFIO കേസെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. മുഖ്യമന്ത്രിക്കും ഇടത് സർക്കാരിനും ദോഷം വരുന്ന ഒന്നും കേന്ദ്ര ഏജൻസികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ല. കരുവന്നൂരിൽ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ പിടിമുറുക്കിയ ED തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പിടി അയച്ചതായും വി ഡി സതീശൻ. കോഴിക്കോട് പോക്സോ അതിജീവിതയെയും കുഞ്ഞിനെയും സംരക്ഷണ കേന്ദ്രത്തിൽ നിന്നും കാണാതായി. വെള്ളിമാടുകുന്ന് സഖി കേന്ദ്രത്തിൽ നിന്നാണ് അമ്മയെയും കുഞ്ഞിനെയും കാണാതായത്. സംഭവത്തിൽ കോഴിക്കോട് ടൗൺ പോലീസ് അന്വേഷണം തുടങ്ങി. തിരുവനന്തപുരം വർക്കലയിൽ വീട്ടിൽ അതിക്രമിച്ചു കയറി പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചയാൾ പിടിയിൽ. അയിരൂർ സ്വദേശി പൊന്നൻ എന്ന് വിളിക്കുന്ന അനന്തുവാണ് പിടിയിലായത്. അമ്മയും 5 പെൺമക്കളും മാത്രം താമസിക്കുന്ന വീട്ടിലായിരുന്നു സംഭവം. രാത്രി 12 മണിക്ക് ശേഷമാണ് അതിക്രമം. പെൺകുട്ടി നിലവിളിച്ചതിനെ തുടർന്ന് പ്രതി ഇറങ്ങി ഓടി രക്ഷപ്പെടുകയായിരുന്നു. പ്രതിയെ റിമാൻഡ് ചെയ്തു. എറണാകുളം കോതമംഗലം അടിവാട് ഫുട്ബോൾ മത്സരത്തിനിടെ താൽക്കാലിക ഗാലറി തകർന്നു വീണ 50 പേർക്ക് പരിക്ക്. മഴയിൽ ഗാലറിയുടെ കാലുകൾ മണ്ണിൽ പുതഞ്ഞതിനെ തുടർന്നായിരുന്നു അപകടം. 3000-ലധികം പേരാണ് മത്സരം കാണാനെത്തിയിരുന്നത്. ആരുടെയും നില ഗുരുതരമല്ല. മുതലപ്പുഴ അഴിമുഖത്തെ മണൽ നീക്കം ചെയ്യാൻ കണ്ണൂരിൽ നിന്നും ഡ്രഡ്ജർ എത്തും. അഴീക്കൽ തുറമുഖത്ത് നിന്നാണ് എത്തുന്നത്. വിദേശ നിർമ്മിത കട്ടർ സക്ഷൻ ഡ്രഡ്ജറാണ് മുതലപ്പുഴയിലേക്ക് എത്തിക്കുന്നത്. മണൽ മൂടി പൊഴിമുഖം അടഞ്ഞതോടെ വലിയ പ്രതിഷേധമാണ് തീരത്തുയരുന്നത്. പൊഴി മുറിക്കാനുള്ള ശ്രമങ്ങൾ സർക്കാരും തുടങ്ങിയിട്ടുണ്ട്. കൊല്ലം പുനലൂർ റെയിൽവേ സ്റ്റേഷനിൽ 13-കാരിക്ക് പാമ്പ് കടിയേറ്റു. കോട്ടിക്കൽ സ്വദേശിയിൽ ശ്രീലക്ഷ്മിക്കാണ് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ വെച്ച് പാമ്പ് കടിയേറ്റത്. റെയിൽവേ പോലീസിന്റെ സഹായത്തോടെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പ്ലാറ്റ്ഫോമിന് സമീപത്തായി കാട് മൂടിയ പ്രദേശമുണ്ടെന്ന് നാട്ടുകാർ പറയും. പാലക്കാട് ചെർപ്പളശ്ശേരി മില്ലുംപടിയിൽ നിന്ന് MDMA-യുമായി ഒരാൾ പിടിയിൽ. കരുമാനം കുറിശി സ്വദേശി മുഹമ്മദ് ഷമീറാണ് പിടിയിലായത്. ഇയാളിൽ നിന്നും 50 ഗ്രാം MDMA പിടിച്ചു. ചെർപ്പളശ്ശേരി പോലീസാണ് പ്രതിയെ പിടിച്ചത്. കോഴിക്കോട് കൊയിലാണ്ടി മേലൂർ കൊണ്ടംവള്ളി ക്ഷേത്ര മഹോത്സവത്തിനിടെ കതിന പൊട്ടിക്കുന്നതിനിടെ പരിക്കേറ്റയാൾ മരിച്ചു. കൊണ്ടംവള്ളി നീത്തൽ ഗംഗാധരൻ നായരാണ് മരിച്ചത്. ഏപ്രിൽ 15-നായിരുന്നു അപകടം. തിരുവനന്തപുരം മണക്കാട് ഇസ്താംബുൾ ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ച് ഭക്ഷ്യവിഷബാധയേറ്റവർക്ക് ശാരീരിക അസ്വസ്ഥതകൾ തുടരുന്നു. ഹോട്ടലിനെതിരെ മുൻപും പരാതി ഉയർന്നിട്ടുണ്ട്. ഭക്ഷ്യവിഷബാധയേറ്റവരോട് നിയമ നടപടിയുമായി മുന്നോട്ട് പോകരുതെന്ന് ഹോട്ടലുടമ ആവശ്യപ്പെട്ടെന്നും ആരോപണം. കോതമംഗലം വാവേലിയിൽ കാട്ടാന ഇറങ്ങി വീടിന്റെ മതിൽ തകർത്തു. കൃഷിയിടത്തിലും നാശനഷ്ടം വരുത്തി. പുലർച്ചെയാണ് ജനവാസ മേഖലയിൽ ആന ഇറങ്ങിയത്. കാട്ടാന ശല്യത്തിനെതിരെ സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ. സംസ്ഥാനത്ത് സ്വർണ്ണവില 72,000 കടന്നു. ഇന്ന് പവൻ 760 രൂപ വർദ്ധിച്ചു. 1 പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വില 72,120 രൂപ. കർണാടക മുൻ DGP ഓം പ്രകാശ് ബംഗളൂരുവിലെ വീട്ടിൽ കുത്തേറ്റ് മരിച്ചത് സാമ്പത്തിക പ്രശ്നങ്ങളെ ചൊല്ലിയുള്ള കുടുംബ വഴക്കിനെ തുടർന്ന്. കൊല നടത്തിയത് ഭാര്യ പല്ലവി തന്നെയെന്ന് ഉറപ്പിച്ച പോലീസ് അവരെ ചോദ്യം ചെയ്യുകയാണ്. ഓം പ്രകാശ് തന്റെ സ്വത്തുക്കളിൽ ഒരു ഭാഗം ബന്ധുക്കൾക്ക് കൈമാറിയതിനെ തുടർന്നാണ് കൊലപാതകമെന്ന് പോലീസ്. കൊലപാതക സമയത്ത് ഭാര്യയ്ക്കും മകൾക്കും പുറമെ മറ്റൊരു ബന്ധു കൂടി ഉണ്ടായിരുന്നതായും കണ്ടെത്തി. 4 ദിവസത്തെ സന്ദർശനത്തിനായി US വൈസ് പ്രസിഡന്റ് JC വാൻസ് ഇന്ത്യയിലെത്തി. ഭാര്യ ഉഷ വാൻസും 3 മക്കളും ഒപ്പമുണ്ട്. ഡൽഹി പാലം വിമാനത്താവളത്തിൽ വന്നിറങ്ങിയ വാൻസിനെയും കുടുംബത്തിനെയും ഗാർഡ് ഓഫ് ഓണർ നൽകിയാണ് രാജ്യം സ്വീകരിച്ചത്. ഇന്ന് പ്രധാനമന്ത്രി അത്താഴ വിരുന്നും ഒരുക്കും. ഇന്ദിരാഗാന്ധി ഓപ്പൺ സർവകലാശാലയുടെ MBA പരീക്ഷയ്ക്ക് കണ്ണൂർ സെൻട്രൽ ജയിൽ സെന്ററായി തെരഞ്ഞെടുത്തത് വെട്ടിലായ വിദ്യാർത്ഥികൾക്ക് ഒടുവിൽ പരീക്ഷ എഴുതാൻ അനുമതി. ന്യൂസ് 18 വാർത്തയ്ക്ക് പിന്നാലെ പരീക്ഷാ സെന്റർ മാറ്റി അപേക്ഷിക്കാൻ സർവകലാശാല വിദ്യാർത്ഥികൾക്ക് അനുമതി നൽകി. തുടർന്ന് ഇവർക്ക് പലയിടങ്ങളിലായി സെന്റർ അനുവദിച്ചു. തെറ്റായ വിവരം സർവകലാശാല വെബ്സൈറ്റിൽ നൽകിയതിനെ തുടർന്ന് 50-ലധികം വിദ്യാർത്ഥികളാണ് കണ്ണൂർ സെൻട്രൽ ജയിൽ പരീക്ഷാ സെന്ററായി തെരഞ്ഞെടുത്തിരുന്നത്.
പീച്ചിയിലെ കേരള വനം വികസന ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ട് മുൻ ഡയറക്ടറും വിഖ്യാത ജന്തുശാസ്ത്രജ്ഞനുമായ ഡോക്ടർ കെ സദാശിവൻ നായർ അന്തരിച്ചു. 87 വയസ്സായിരുന്നു. തിരുവനന്തപുരം ശാസ്തമംഗലം മംഗലം ലൈൻ സാകേതത്തിലായിരുന്നു താമസം. സംസ്കാരം ഇന്ന് വൈകിട്ട് 5-ന് ശാന്തി കവാടത്തിൽ. സംസ്ഥാനത്ത് വ്യാഴാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യത. ഇടിമിന്നൽ ജാഗ്രതയും ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. സുപ്രീം കോടതിക്കെതിരായ പരാമർശം വിവാദമായിരിക്കെ മുൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ SY ഖുറേഷിയെ മുസ്ലിം കമ്മീഷണർ എന്ന് വിളിച്ച് BJP MP നിഷികാന്ത് ദുബെ. വഖഫ് നിയമത്തെ ഖുറേഷി വിമർശിച്ചതാണ് നിഷികാന്ത് ദുബെയെ ചൊടിപ്പിച്ചത്. അതേസമയം കോടതിക്കെതിരായ പരാമർശം സുപ്രീം കോടതി മുൻപാകെ ഇന്നെത്തി. BJP MP നിഷികാന്ത് ദുബെക്കെതിരെ കോടതിയലക്ഷ്യ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് അറ്റോർണി ജനറലിന് കത്ത്. അഭിഭാഷകനായ അനസ് തൻവീറാണ് കത്ത് നൽകിയത്. സുപ്രീം കോടതിക്കെതിരെ വിവാദ പരാമർശം നടത്തിയതിന് ഉടൻ നടപടി സ്വീകരിക്കാൻ അനുമതി നൽകണമെന്നാണ് കത്തിലെ ആവശ്യം. BJP MPയുടെ പരാമർശത്തിനെതിരെ പ്രതിപക്ഷം വിമർശനമുയർത്തുന്നതിനിടയിലാണ് അനസിന്റെ കത്ത്. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറിനെതിരെ കോടതിയലക്ഷ്യ നടപടി ആവശ്യപ്പെട്ട് അഭിഭാഷകൻ. ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ രാഷ്ട്രപതിക്കടക്കം സമയപരിധി നിശ്ചയിച്ചതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയെ വിമർശിച്ചതിൽ നടപടിയെടുക്കണമെന്നാണ് ആവശ്യം. അറ്റോർണി ജനറലിന് അഭിഭാഷകൻ സുഭാഷ് തീക്കാടനാണ് കത്ത് നൽകിയത്. കോടതി ജനാധിപത്യത്തിന് നേരെ ആണവ മിസൈൽ അയക്കുന്നുവെന്ന പ്രസ്താവന ചൂണ്ടിക്കാട്ടിയാണ് സുഭാഷ് തീക്കാടൻ നടപടി ആവശ്യപ്പെട്ട് കത്ത് നൽകിയത്. ജാർഖണ്ഡിലെ ബൊക്കാറോയിൽ 8 മാവോയിസ്റ്റുകളെ വധിച്ച് സുരക്ഷാസേന. കൊല്ലപ്പെട്ടവരിൽ തലയ്ക്ക് 1 കോടി രൂപ വിലയിട്ട മാവോയിസ്റ്റ് വിവേകും ഉൾപ്പെടുന്നു. ലാൽപാനിയ മേഖലയിലെ ലുഗു ഹിൽസിൽ രാവിലെ 5:30യോടെയാണ് ഏറ്റുമുട്ടലുണ്ടായത്. പ്രദേശത്ത് നിന്ന് AK സീരീസ് തോക്കുകൾ ഉൾപ്പെടെ ആയുധശേഖരങ്ങളും കണ്ടെടുത്തു. ജമ്മു കാശ്മീരിലെ റംബാൻ ജില്ലയിൽ മണ്ണിടിച്ചിലിനെ തുടർന്നുണ്ടായ ഗതാഗത തടസ്സം നീക്കാൻ ശ്രമം. ജമ്മു ശ്രീനഗർ ദേശീയപാതയിൽ സൈന്യത്തിന്റെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ഗതാഗതം പുനഃസ്ഥാപിക്കാൻ 48 മണിക്കൂർ എടുക്കുമെന്നാണ് വിലയിരുത്തൽ. നടൻ ശിവാജി ഗണേശന്റെ വീട് കണ്ടുകെട്ടാനുള്ള ഉത്തരവ് പിൻവലിച്ചു. മദ്രാസ് ഹൈക്കോടതിയുടേതാണ് ഉത്തരവ്. നടപടികൾ മകൻ പ്രഭു നൽകിയ ഹർജിയിൽ. പെൺമക്കളായ ശാന്തിയും തേൻമൊഴിയുമാണ് ആദ്യം ഹൈക്കോടതിയെ സമീപിച്ചത്. പ്രഭുവും സഹോദരൻ രാംകുമാറും അനധികൃതമായി സ്വത്ത് തട്ടിയെടുത്തു എന്നായിരുന്നു ആരോപണം. ആയിരക്കണക്കിന് വിദേശ വിദ്യാർത്ഥികളുടെ F1 സ്റ്റുഡന്റ് വിസ റദ്ദാക്കുന്ന ട്രംപ് ഭരണകൂടത്തിന്റെ നടപടിക്കെതിരെ ഇന്ത്യൻ വിദ്യാർത്ഥികളും ചൈനീസ് വിദ്യാർത്ഥികളും ചേർന്ന് നിയമ പോരാട്ടത്തിന്. 3 ഇന്ത്യൻ വിദ്യാർത്ഥികളും 2 ചൈനീസ് വിദ്യാർത്ഥികളും ചേർന്ന് ന്യൂ ഹാംഷെയറിലെ ജില്ലാ കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. മാർച്ച് അവസാനം വരെ 170 കോളേജുകളിൽ നിന്നായി 1100 വിദ്യാർത്ഥികളുടെ വിസ റദ്ദാക്കിയതായി അസോസിയേറ്റ് പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ പ്രതിഷേധം കനക്കുന്നു. ട്രംപിന്റെ വിവിധ നയങ്ങൾക്കെതിരെ മുദ്രാവാക്യങ്ങളുമായി ആയിരക്കണക്കിന് ആളുകൾ ഇന്നലെ തെരുവിലിറങ്ങി. നാടുകടത്തൽ, ഗാസയ്ക്കെതിരായ യുദ്ധത്തിൽ ഇസ്രയേലിനെ പിന്തുണയ്ക്കൽ, പ്രധാനപ്പെട്ട വകുപ്പുകളുടെ അടച്ചുപൂട്ടൽ, ജീവനക്കാരെ പുറത്താക്കൽ, LGBTQ-നെതിരായ നിയമങ്ങൾ എന്നിവയിൽ പ്രതിഷേധിച്ചാണ് US ജനത തെരുവിലിറങ്ങിയത്. 50 പ്രതിഷേധങ്ങൾ, 50 സംസ്ഥാനങ്ങൾ, ഒരു മുന്നേറ്റം എന്ന അർത്ഥത്തിൽ 50-50-1 എന്ന പേരിലാണ് പ്രതിഷേധം അരങ്ങേറുന്നത്. വാഷിംഗ്ടൺ, ന്യൂയോർക്ക്, ബോസ്റ്റൺ തുടങ്ങിയ US പ്രധാന നഗരങ്ങളിലെല്ലാം പ്രതിഷേധം അരങ്ങേറി. തന്റെ ബിസിനസ് സാമ്രാജ്യം വിപുലപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ലോകത്തിലെ ഏറ്റവും ധനികനായ ടെക് സംരംഭകൻ ഇലോൺ മസ്ക് ഇന്ത്യയിലേക്ക്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിന് പിന്നാലെയാണ് തീരുമാനം. ഈ വർഷം അവസാനം ഇന്ത്യ സന്ദർശിക്കുമെന്ന് മസ്ക് സമൂഹമാധ്യമമായ എക്സിൽ കുറിച്ചു. പ്രധാനമന്ത്രി മോദിയുമായി സംസാരിക്കാൻ കഴിഞ്ഞത് ബഹുമതിയായി കരുതുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഗാസയിൽ വീടുകൾക്കും ടെന്റുകൾക്കും നേരെ കഴിഞ്ഞ 48 മണിക്കൂറിൽ ഇസ്രയേൽ നടത്തിയ ബോംബാക്രമണങ്ങളിൽ 92 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. 219 പേർക്ക് പരിക്കേറ്റു. ഗാസയിലേക്കുള്ള ഭക്ഷ്യവസ്തുക്കളുടെ വിതരണം തടഞ്ഞിട്ട് 6 ആഴ്ച പിന്നിട്ടു. ജനങ്ങൾ ഒരു നേരം മാത്രം ആഹാരം കഴിക്കേണ്ട സ്ഥിതിയിലാണെന്നും കുഞ്ഞുങ്ങൾ പോഷകാഹാരമില്ലാതെ വലയുകയാണെന്നും UN വേൾഡ് ഫുഡ് പ്രോഗ്രാം അറിയിച്ചു.
ഒരു കാലഘട്ടത്തിന്റെ തീവ്രമായ കഥ പറയുന്ന ഹത്തനെ ഉദയ എന്ന ചിത്രത്തിലെ ഗാനം പുറത്തിറങ്ങി. മികവുറ്റ ആഖ്യാന ശൈലിയുമായി ചിത്രം പ്രേക്ഷക ശ്രദ്ധ നേടുന്നു. നാട്യധർമ്മയിലെ കാസർകോട്ടെ കലാകാരന്മാരുടെ അഭിനയ മുഹൂർത്തങ്ങൾ ചിത്രത്തിന് മാറ്റുകൂട്ടുന്നു. പുതിയ ചിത്രം പ്രഖ്യാപിച്ച ജീത്തു ജോസഫ്. വലതുവശത്തെ കള്ളൻ എന്നാണ് ചിത്രത്തിന്റെ പേര്. ചിത്രത്തിന്റെ പോസ്റ്റർ പുറത്തിറങ്ങി. മുറിവേറ്റൊരാത്മാവിന്റെ കുംഭസാരം എന്ന ടാഗ് ലൈനോടെയാണ് വലതുവശത്തെ കള്ളൻ ടൈറ്റിൽ ലുക്ക് പുറത്തിറക്കിയിരിക്കുന്നത്. ധനുഷ് സംവിധാനം ചെയ്യുന്ന ഇഡ്ലിക്കട എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് സെറ്റിൽ വൻ തീപിടുത്തം. അപകടത്തിൽ ആർക്കും പരിക്കില്ല എന്നാണ് വിവരം. തമിഴ്നാട് തേനിയിലെ ആണ്ടിപ്പട്ടിയിലെ സെറ്റിലാണ് സംഭവം. IPL-ൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരായ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിന് 9 വിക്കറ്റിന്റെ തകർപ്പൻ ജയം. ചെന്നൈ ഉയർത്തിയ 177 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന മുംബൈ 15.4 ഓവറിൽ 1 വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ ലക്ഷ്യം മറികടന്നു. IPL-ൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. മത്സരം രാത്രി 7:30 കൊൽക്കത്ത ഈഡൻ ഗാർഡൻ സ്റ്റേഡിയത്തിൽ. വാർത്തകൾ ഇതുവരെ പൂർണ്ണമാകുന്നു. ഇനി പകൽ വാർത്തയിൽ മഞ്ജുഷ് ഗോപാൽ ചേരും. നമസ്കാരം.